ശ്രീജിത്ത് പണിക്കർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ വിമർശിക്കുന്നവരുണ്ടാവും, അനുകൂലിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരുപോലെ പറയുന്നതാണ് ഓഷ്യൻ ഓഫ് നോളേജ് എന്ന് പറയുന്നത്. കണ്ടിട്ടുള്ള ഡിബേറ്റ്സിലും ചർച്ചകളിലെല്ലാം വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് വളരെ ഫ്യൂ എന്താ പറയുക മൊമെൻറ്റ്സിൽ മാത്രമേ കുറച്ചൊന്ന് സൗണ്ടെങ്കിലും റേസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു പക്ഷേ ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിബേറ്റിൻ്റെ സ്റ്റൈലും പ്രസംഗത്തിൻ്റെ സ്റ്റൈലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പ്രസംഗത്തിന് ഇപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുക്കുന്നു, ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് നമ്മൾ തന്നെ പറയുന്നു, നമ്മൾ ഏതൊരു സൈഡിലേക്കാണോ കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ തന്നെ പറയുകയാണ്. ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ആൾക്കാരുടെ സ്റ്റൈൽ കണ്ടിട്ടില്ലേ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇങ്ങനൊരു സംഭവം ഇല്ലെന്ന്. ആരും ചോദിച്ചിട്ടല്ല, നമ്മൾ തന്നെ അങ്ങ് പറയുകയാണ്, ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയുന്നത് എല്ലാം നമ്മൾ തന്നെയാണ്. നേരെ മറിച്ച് ഡിബേറ്റിലുണ്ടാകുന്ന വ്യത്യാസം, നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പറയേണ്ടി വരുന്നത് അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ്. അപ്പോൾ അവരെന്ത് ചോദിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ പോകുന്ന വിഷയം ചിലപ്പോൾ യൂണിഫോം സിവിൽ കോഡാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് അയോധ്യയെപ്പറ്റി ചോദിക്കാം, നമ്മൾ പ്രിപ്പയർഡ് ആവണമെന്നില്ല. അപ്പോൾ ഇവരുടെ ചോദ്യം എന്താണോ ആ ചോദ്യത്തിന് ഒരു 3-4 മിനിറ്റ്സിൽ മറുപടി പറയുക എന്നുള്ളതാണ് ക്യാൻ യു ഡ്രൈവ് ഹോം ദ പോയിൻറ്റ്. ഇതാണ് വിതിൻ 3-4 മിനിറ്റ്സ്. ഇതാണ് ഡിബേറ്റിൻ്റെ എസൻസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മളുടെ ഒരു ഷോർട്ട് ടെമ്പേർഡ് നേച്ചർ കാണിക്കുകയോ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ ക്ഷമ നശിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യുബിൾ സെക്കൻഡ്സ് ആണ് പോകുന്നത്. നമ്മൾ ഈ ട്രോളിൽ കേൾക്കാറില്ലേ, അഭിലാഷ് ഒരു 30 സെക്കൻഡ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ സെക്കൻഡ്സ് വളരെ വൈറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അതിനെയൊക്കെ കഴിവതും പ്ലേ ഡൗൺ ചെയ്യാനായിട്ട് നോക്കും. എന്നിട്ട് കിട്ടുന്ന ടൈമിനെ മാക്സിമൈസ് ചെയ്തിട്ട് നമ്മൾ ആ പോയിൻറ്റിനെ പറയാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഇതൊരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഞാൻ കാമായിട്ടിരിക്കണം, കാരണം ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, അത് ഞാൻ ഈ പുള്ളിയോടല്ല മറുപടി പറയുന്നത്, നേരെ മറിച്ച് ഓഡിയൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സ് ഇങ്ങനെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു കമ്പോഷറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഷ്യൻസ് ഉള്ള ആളാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ആശയങ്ങളും അവതരിപ്പിക്കുന്നത് ഞാൻ സിനിമ ട്രോളുകൾ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ സിനിമാ താരങ്ങളുടെ കൂടെയുള്ള ഫോട്ടോസ് ആയാലും കണ്ടിട്ടുണ്ട്. അപ്പം സിനിമ മേഖലയായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? സിനിമ ഈ ട്രോളുകളുടെ ഒരു ജീവൻ എന്ന് പറയുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒരു പോപ്പുലർ സിനിമയിൽ നിന്നുള്ളൊരു സീനാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാകും. പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് ചിലപ്പോൾ ഒരു ലുക്കായിരിക്കാം, ചിലപ്പോൾ അതിലുള്ള ഒരു ഡയലോഗായിരിക്കാം. അപ്പോൾ ഇത് കോണ്ടെക്സ്റ്റ് വളരെ റെലവൻ്റ് ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാകും. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു അഡീഷണൽ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹ്യൂമർ എന്താണെന്നുള്ളതും എന്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്നുള്ളതും വെച്ചിട്ട് ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് ആൾക്കാരെ അങ്ങനെ ഹേർട്ട് ചെയ്യത്തുമില്ല. കാരണം അത് ഒരു തമാശ സെൻസിൽ ആൾക്കാർ കൂടുതൽ എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 500 വേർഡ്സ് 700 വേർഡ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ലോങ് എസ്സൈസ് പോലെയൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അതിനൊരു ഓഡിയൻസ് ഉണ്ട്, അക്കാഡമിക്കായിട്ട് അത് വായിച്ച് എടുത്തൊക്കെ മനസ്സിലാക്കി. പക്ഷേ നമ്മുടെ ഉദ്ദേശം ആ രീതിയിലത്തേക്കുള്ള ഒരു അക്കാഡമിക് നോളജ് ഷെയർ ചെയ്യുകയല്ല. നേരെ മറിച്ച് നമ്മളിവിടെ ഒരു വലിയ മണ്ടത്തരം നടക്കുന്നു, വലിയൊരു അബദ്ധം നടക്കുന്നു, അതിനെ റിവീൽ ചെയ്യുക, എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ഏറ്റവും മിനിമലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പല ടൈപ്പ് ഓഫ് ഓഡിയൻസാണ്. ഇവർക്കിങ്ങനെ ഇരുന്ന് വായിക്കേണ്ട മെനക്കേടില്ല. ഒരു പടവും കണ്ടു, ഒരു ലൈനും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രോൾസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ചില വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അക്കാഡമിക്കായിട്ടൊക്കെ ആൾക്കാർ പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് ഉള്ളത് ഈ ഇത്തരത്തിലുള്ള ട്രോളുകൾക്കും അങ്ങനെ സംഭവങ്ങൾക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്കത് ആസ്വാദ്യകരമാകുന്നതുകൊണ്ടാണ്. പിന്നെ ഡയറക്റ്റ് ആളെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നുമില്ല. തമാശ എലമെൻറ്റ് വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആർക്കെതിരെയാണോ അവർക്ക് കൂടി ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിലാണ് അനുഭവപ്പെടുക. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് നടന്നത്, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. അവിടെ കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം ആൾക്കാരെയാണ് ഇൻവൈറ്റ് ചെയ്തത്. ആ ഒരു ഇൻവിറ്റേഷൻ ലഭിച്ച സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ്, ആ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതൊരു വലിയ എക്സ്പീരിയൻസാണ്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗലി അവിടെ നിലനിൽക്കേണ്ടത് ഒരു ക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം ലീഗലി എന്താ ചെയ്യുക, കോടതി ചെയ്യുക എന്ന് വെച്ചാൽ അവിടുത്തെ ലാൻഡ് റെക്കോർഡ്സ് നോക്കും. കാരണം അതൊരു വസ്തു തർക്കമാണ്, ഒരു സിവിൽ സൂട്ടാണ്. അപ്പോൾ ലാൻഡ് റെക്കോർഡ്സ് എന്താണെന്ന് നോക്കും, ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസസ് എന്താണ്, സയൻസ് എന്താണ്, അതായത് ആർക്കിയോളജിക്കൽ റിപ്പോർട്ട് എന്താണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ് കോടതിയുടെ വിധി ഉണ്ടാവുക എന്നുള്ളത് വിധി വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിയമപരമായിട്ടുള്ള തടസ്സമില്ല. 91 ഒരു ആക്ട് ഉണ്ട്, ആ ആക്ടിൽ നിന്ന് ഇതിനെ എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല ഒരു വിധി വരുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ഏകപക്ഷീയമായിട്ടുള്ള വിധി ആയത്. 5-0 ആ വിധി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാവും ഈ വിധി, ഇത് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ ഇന്നതാണ് എന്നൊക്കെ തന്നെ അഭിപ്രായം പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. TV ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ വിധി വരുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൈരളി TVയുടെ സ്റ്റുഡിയോയിലാണ്. അതിനു മുമ്പും അതിന് ശേഷവും നമ്മൾ അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ക്ഷേത്രം വരും, നമുക്കൊരു ഇൻവൈറ്റ് കിട്ടും, അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല.
അപ്പോൾ ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ ക്ഷണിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്താൽ ഓക്കെ ഫൈനൽ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ആ സമയത്താണ് എനിക്കും ഇങ്ങനെ ഒരു ഇൻറ്റിമേഷൻ വരുന്നത്. അന്നേരം എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം അതൊരു നമ്മൾ കൂടി നിന്ന ഒരു കോസാണ്, നമുക്ക് കൂടി ആഗ്രഹമുണ്ടായിരുന്ന, അതിന് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു കോസാണ്. പിന്നെ അത് കൾച്ചറലി പോലും രാജ്യത്തിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ് എന്ന് കരുതുന്ന ആളാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ളൊരു സനാതന ധർമ്മ വിശ്വാസിയാണ്. അപ്പോൾ അതിൻ്റെ സങ്കല്പങ്ങളിൽ, അതിൻ്റെ നിഷ്ഠകളിലൊക്കെ വിശ്വാസമുള്ള ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു കണക്കിന് നോക്കിയാൽ എത്രയോ ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു ചടങ്ങായിരിക്കും അവിടെ പങ്കെടുക്കണമെന്ന്. എത്രയോ ആൾക്കാർക്ക് അത് കഴിയാതെ സാധിക്കാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ റിവൈവലിസം എന്നൊക്കെ പറയാവുന്ന, കൾച്ചറൽ റിവൈവലിസം എന്ന് പറയാവുന്ന ഒരു സംഭവത്തിനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അത് മിസ് ചെയ്യരുത് എന്ന് തോന്നി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അവർക്ക് കൺസെൻറ്റ് കൊടുത്തു. അതിനുശേഷം പിന്നീട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി പ്രൊസീജിയർ കുറേ ഉണ്ട്. ലോങ് പരിപാടിയാണ്. കാരണം പ്രത്യേകിച്ച് അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള നിരവധി കോളുകളും കാര്യങ്ങളും കോർഡിനേഷൻസും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ഫൈനലി അവിടേക്ക് പോകുന്നു, അവിടെ ചെല്ലുന്നു. പിന്നെ ആ യാത്ര എന്ന് പറയുന്നത് പോലെ ഒരു എക്സ്പീരിയൻസ്. നമ്മളവിടെ പോകുന്ന സമയത്ത് ഗ്രീൻ കോറിഡോറാണ്, അപ്പോൾ വേറെ വാഹനങ്ങളില്ല. ലക്നൗവിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു 140 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ സമയം അവിടേക്ക് ഇൻവൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ റോഡ് എടുക്കാനായിട്ടുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ എങ്ങനെയാണോ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെയുള്ള ഒരു സാഹചര്യം. എന്നിട്ട് പിന്നെ അവിടെ ആ ഒരു സെലിബ്രേറ്ററി മൂഡെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഈ 140 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ലക്നൗവിൽ നമുക്കറിയാം. ലക്നൗ എയർപോർട്ട് മുതൽ തന്നെ മുഴുവനും രാമമയമാണ്. റോഡുകളിലായിക്കോട്ടെ, അലങ്കാരങ്ങളായിക്കോട്ടെ, വലിയ ഫ്ലൈ ഓവറുകൾ വഴിയൊക്കെ കയറി പോകുമ്പോൾ ഈ ഫ്ലൈ ഓവറുകളിലെല്ലാം ഇങ്ങനെ മാലകളാണ്, പൂക്കൾ കൊണ്ടുള്ള മാലകൾ ഇങ്ങനെ അടുക്കിയിരിക്കും. അപ്പം എത്ര ആൾക്കാരുടെ എത്ര സമയത്തെ എഫേർട്ടാണ് എന്നൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു അന്തവുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അയോധ്യയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഇതെല്ലാം അങ്ങ് ഡബിൾ ട്രിപ്പിൾ ഒക്കെ ആയി മാറുകയാണ്. പിന്നെ മുഴുവൻ ഫെസ്റ്റിവിറ്റീസ്, പാട്ടുകൾ, അതൊരു വല്ലാത്തൊരു സെലിബ്രേറ്ററി മൂഡായിരുന്നു. പിന്നെ ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കിട്ടുക, ആ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലുണ്ടാവുക, അതേ ദിവസം തന്നെ ദർശനം കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. കാരണം അതിൻ്റെ അടുത്ത ദിവസത്തെ ഫൈനൽ കണക്ക് വന്നപ്പോഴത്തേക്ക് ആദ്യം 3 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ 5 ലക്ഷം പേരാണ് വിസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഓൺ ആൻ ആവറേജ് ദിവസം 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ അവിടെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് ദർശനം കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. കാരണം അന്ന് ആകെ എല്ലാം കൂടി എണ്ണിപ്പറക്കിയ 7000 പേരെന്തോ അവിടെ ഉള്ളൂ. 7000 പേര് തന്നെ ഉണ്ടോ എന്ന സംശയമാണ്. അപ്പോൾ അന്ന് തന്നെ ദർശനം കിട്ടുക എന്ന രീതിയിൽ ഇനി ഒരിക്കൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് പോലും സംശയമുണ്ട്. അപ്പോൾ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കരുതുന്നത്, ഒരു മഹാഭാഗ്യം എന്ന് പറയും. ആ സമയത്ത് ഒരുപാട് പേരെ അവിടെ വെച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ കഴിഞ്ഞാൽ ഒരുപാട് പേരെ പരിചയപ്പെടാനൊരു ഇത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആരൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്? നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ അവിടുത്തെ നമ്മുടെ ഒരു മൂഡെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒറ്റ സൂപ്പർ ഹീറോയേ ഉള്ളൂ, ഒറ്റ സെലിബ്രിറ്റി അവിടെ ഉള്ളൂ. ആ സെലിബ്രിറ്റി രാമനാണ്. വേറെ ഒരു സെലിബ്രിറ്റി അവിടെ ഇല്ല. അവിടെ പ്രധാനമന്ത്രി പോലും ഒരു സെലിബ്രിറ്റി ആയിട്ട് ആൾക്കാർ കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഉള്ളൊരു വൈകാരികമായിട്ടുള്ളൊരു നിമിഷമാണത്. അപ്പം ശ്രീരാമൻ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരാളും അവിടെ ഒരു സെലിബ്രിറ്റിയോ സൂപ്പർ ഹീറോയോ ഒന്നുമില്ല. പിന്നെ അവിടെ പല പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടാണ് ആൾക്കാർ ഇരിക്കുക. അപ്പോൾ ഞാനിരിക്കുന്ന ബ്ലോക്കുകളിൽ നിറയെ ബോളിവുഡ് സെലിബ്രിറ്റീസ്, ക്രിക്കറ്റ് സെലിബ്രിറ്റീസ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ വിദേശത്ത് നിന്നുള്ള കുറേയധികം ഡിഗ്നറ്ററീസ് ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാരെല്ലാവരും തമ്മിൽ കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നു, കുശലം പറയുന്നു എന്നൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് അവിടെ ഒരു നമ്മളങ്ങനെ മിംഗ്ലിങ്, ഒരു ബോണ്ട് ഉണ്ടാക്കുക, ആ രീതിയിലുള്ള ചിന്ത പോലും ആർക്കുമില്ല. നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് നേരെ ബാക്കിൽ സോനു നിഗം, വിവേക് ഒബ്രോയി ഒക്കെയാണ് തൊട്ട് ബാക്കിലത്തെ ചേഴ്സിലിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ കാണുന്ന സമയത്ത് ജയ് ശ്രീറാം, അപ്പോൾ അവർ ജയ് ശ്രീറാം, എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ആപ്കാ ഹാസേ, ഇതുപോലത്തെ ആപ്കാ ശുഭ്നാം, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുക, എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കാണുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ്. വളരെ അപൂർവമായിട്ട് നേരത്തെ തന്നെ പരിചയമുള്ള പല ആൾക്കാരും കുറച്ചുകൂടി അഡീഷണൽ ഒരു സംഭവം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക്, ഈ രീതിയിലുള്ള ഒരു ബന്ധം വളർത്തുക എന്നതിനപ്പുറത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരൊറ്റ സൂപ്പർ ഹീറോ ശ്രീരാമനാണ്. അപ്പോൾ ആ ഒരു മൂഡാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരും അൺകംഫർട്ടബിളും ആയിരുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇൻവൈറ്റിൽ ഒരു ഗസ്റ്റ് മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഡീഷണലായിട്ട് ഒരാളെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പേഴ്സണൽ സെക്യൂരിറ്റിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, പല സെലിബ്രിറ്റീസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവരെ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാരുണ്ടാകും. അങ്ങനെ ആരുമില്ല. എൻട്രി പോയിൻറ്റിൽ വൺസ് നിങ്ങളുടെ ചെക്കിങ് ഫ്രിസ്കിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ എലോൺ, യു ആർ ഓൾ ബൈ യുവർ സെൽഫ്. ഇങ്ങനെയാണ്. പിന്നെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഒരേപോലെ മാത്രമാണ്, അല്ലാതെ പിന്നെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഇവരാരും അൺകംഫർട്ടബിൾ ആയിരുന്നില്ല. അതിൻ്റെ കാരണം അവരെ വന്ന് മോബ് ചെയ്യാനോ അവരെ വന്ന് ശല്യം ചെയ്യാനോ ഒന്നും ഒരാളവിടെ ഇല്ല. ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഇൻവൈറ്റഡ് ഗസ്റ്റുകളാണ്. ഇവരെല്ലാവരും അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ആവും.
അപ്പോൾ ഇവർക്കും അറിയാം എങ്ങനെയാണ് ഈ വിഷയത്തിലൊരു സോഷ്യൽ ബിഹേവിയർ ഉണ്ടാകേണ്ടതെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ആരെയും ശല്യപ്പെടുത്തുന്ന രീതിയിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഇൻസിഡൻറ്റുകളും നമ്മൾ കേട്ടില്ലല്ലോ. അതെ, അങ്ങനെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, അറിവുള്ളൊരു വ്യക്തിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് അതൊരു 100 ബുക്ക് വായിക്കുന്നതിന് തുല്യമാണ്. അതേപോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പേഴ്സണലി എനിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അങ്ങനെയായിരിക്കും. പല ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ചും കൂടിയും അറിയാനായിട്ട് ആൾക്കാർക്കായാലും മനസ്സിലായി തോന്നുന്നു. എന്തായാലും സാറിൻ്റെ ബിസി ഷെഡ്യൂളിൽ ഞങ്ങളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വലിയ സന്തോഷം എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന്, ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കി തന്നതിന്. നിങ്ങൾ വഴി ഈ പറഞ്ഞതുപോലെ എൻ്റെ ഓഡിയൻസ് അവിടെ ഇരിക്കുകയാണ്, ആ ഓഡിയൻസിനോട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് അങ്ങേയറ്റത്തെ നന്ദി. താങ്ക് യു സോ മച്ച്.